ഹാസിനിയുടെ അമ്മയുടെ പേര് ശകുന്തള. ആകാശം ഇടിഞ്ഞു വീണാലും ഒരു കുലുക്കവും ഇല്ല. ലോജിക്ക് മാത്രമേ നോക്കാറുള്ളൂ. ഒരു തുമ്പ് കിട്ടിയാൽ അതിൽ പിടിച്ചു കയറി തനിക്ക് ഫേവറേറ്റ് അത് മാറ്റാനുള്ള കഴിവുണ്ട്. ഹാസിനിയുടെ അച്ഛൻ വെങ്കിട്ട് രാമൻ 100 ഏക്കറിൽ ഓർഗാനിക് കൃഷി ചെയ്യുന്ന ഒരു നല്ല കൃഷിക്കാരനാണ്. അദ്ദേഹത്തിന് ചുരുട്ട് വലിക്കുന്ന ദുശീലമുണ്ട്. പക്ഷെ ഇപ്പോൾ ആ ദുശീലങ്ങളെല്ലാം കളഞ്ഞിട്ട് അതിന്റെ ഗന്ധം മാത്രം ആസ്വദിക്കും. ഒരു കുടുംബം എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണുമല്ലോ. അങ്ങനെ സംഭവിക്കുമ്പോൾ ഹോം തിയേറ്ററിനുള്ളിൽ പോയി അദ്ദേഹം ഒറ്റയ്ക്ക് കഥ കടച്ചങ്ങിരിക്കും. ഇപ്പൊ ഒരു പുതിയ പ്രശ്നം വന്നിരിക്കുക. ആ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ വേണ്ടി ഭാര്യ ശകുന്തളയും ഉള്ളിലേക്ക് വരുന്നു. എന്താണ് ചോദിച്ചത്? നന്നായിട്ട് പഠിക്കാം, കോളേജിലൊന്ന് ചേർത്ത് വിടാനല്ലേ ചോദിച്ചത്? അതെ, അത് തന്നെ. വേണ്ട, പിന്നീട് നിങ്ങൾക്കൊരു സഹായം ആവുമല്ലോ. അതിന്റെ ആവശ്യമില്ല. അവളുടെ ഒരു സഹായവും എനിക്ക് വേണ്ട. എനിക്ക് ഇതുപോലെ കഴിഞ്ഞാൽ മതി, വേറൊന്നും വേണ്ട. അവള് ചോദിച്ചതില് എനിക്കതൊരു തെറ്റായിട്ട് തോന്നിയില്ല. എനിക്ക് തോന്നുന്നുണ്ട്. പിള്ളേരോട് പഠിക്കാൻ പറയുമ്പോൾ ഭയങ്കര ശാഠ്യം തന്നെയായിരിക്കും. എന്നാൽ എനിക്ക് പഠിക്കണമെന്ന് ചോദിക്കുമ്പോ എങ്ങനെങ്കിലും പഠിപ്പിക്കാൻ അയക്കുന്നല്ലാതെ നിങ്ങൾ എന്തിനാ ഈ വാശി പിടിക്കുന്നേ? നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ? അതെ, എനിക്ക് ഭ്രാന്താ. അവളെന്ന് വെച്ചാ എനിക്ക് ഭ്രാന്താ. അവളെ ഈ തോളത്ത് കിടത്തി ഓമനിച്ച് വളർത്തിയതല്ലേ, അതുകൊണ്ട്. അങ്ങനെയുള്ളപ്പോ സമ്മതമാണെന്ന് പറയുന്നതല്ലാതെ. എനിക്കിഷ്ടമല്ല. അതെ, അവള് PG പഠിക്കാൻ പോകുന്നതില് നിങ്ങൾക്ക് എന്താ പ്രശ്നമുള്ളത്? ഇതേ അവിടെ കൊണ്ട് അവസാനിക്കില്ല. ഫ്രണ്ട്സ്, പാർട്ടി, പിന്നെ പബ്ബ്. ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തിനെ കയറി പ്രേമിച്ച് അവനില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല, ചത്താലും ജീവിച്ചാലും അത് അവന്റെ ഒപ്പം ആയിരിക്കും, നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ അവന്റെ കൂടെ ഒളിച്ചോടി പോവും എന്നൊക്കെ അവള് പറഞ്ഞാലോ? അതാണ് നിങ്ങളുടെ പേടി.